വിച്ചു എന്തു പറ്റി? വിച്ചു നീ എന്തു നോക്കുന്നേ? വിച്ചു ആ ആൻറ്റി വിച്ചു നിന്റെ ബാഗിൽ എന്തുവാ? എടാ നിന്നോട് ചോദിച്ചാൽ നിന്റെ ബാഗിൽ എന്താ? അമ്മയോട് നീ ഒന്നും പറയണ്ട. ചിലപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ ഇറക്കിവിടും. പകരം വീട്ടാൻ കാത്തുക. അമ്മയോ? വീട്ടിലോട്ട് വരാത്ത എന്താ? അതല്ലേ അമ്മ ഇങ്ങോട്ട് വന്നത്. ചില ദുശീലങ്ങളൊക്കെ പഠിച്ചല്ലോ. ഇതൊന്നും വരാതിരിക്കാനല്ലേ അമ്മ ഇങ്ങനെ പുറകെ നടക്കുന്നത്. കുറച്ച് കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോരെ. നിനക്ക് ഇഷ്ടപ്പെട്ട മീൻകറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിനക്കിതാരാ തന്നേ? അടിച്ചു പറത്തി. ഇതിൽ ബോൾ എന്ത് സൂര്യൻ ഇത്? നിനക്കറിയാലോ ഇത് എന്തിനാന്ന്? ഓഫ് സൈഡ് ആയിരുന്ന ഇപ്പൊ പറഞ്ഞേ. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് പിള്ളേരെ ചീത്താക്കല്ലെന്ന്. അവന്റെ അമ്മൂമ്മയുടെ ഓഫ് സൈഡ് കുറ്റടാ പട്ടി. ഗോള്. മോനെ ഓർമ്മയുണ്ടോ എപ്പോഴതെടുത്തെന്ന്? നിനക്ക്
സിനിമ കാണണമെന്ന് വാശി പിടിച്ച് നീ കരഞ്ഞ ദിവസം. അപ്പോ അച്ഛനെ കാല് ഫ്രാക്ചറായി പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ഞാൻ സമ്മതിച്ചോ? നീയോ? കൊള്ളാം. നീ അന്ന് തന്നെ ആ സിനിമ കണ്ടു. അച്ഛൻ തന്നെയാ നിന്നെ കൊണ്ടുപോയത്. പാവം. ഒരുപാട് വേദനിച്ചാണോ അല്ലേ? മോനെ, അനു വിളിച്ചിരുന്നു. നീ എന്താ വിളിക്കാത്തത്? ഇറങ്ങുന്നതിന് മുൻപ് നീ അവിടം വരെ ഒന്ന് ചെല്ല്. ആ കൊച്ചു നിനക്ക് വേണ്ടി പായസം വരെ നേർന്നു വഴിപാടായിട്ട്. ഒന്ന് അവിടെ വരെ ചെല്ല്. വഴിപാടാണോ? വേണ്ടി വരും. ജലജ, ഡേ, നീ ഒന്നും നിന്റെ അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കടി. ഓക്കെ, ഞാൻ വീട്ടിൽ സമ്മതിപ്പിച്ചോളാം. ഡേ, നീ ഇങ്ങനെ മനുഷ്യനെ ചുമ്മാ ടെൻഷൻ ആക്കല്ലേ കേട്ടോ. വിച്ചുവിനെ പിക്ക് ചെയ്യാൻ പോണ്ടേ? അയ്യോ, സമയമായി. നമുക്ക് കഴിച്ചിട്ട് ഇറങ്ങാം. അയ്യോ, ആൻറ്റി വിളിക്കുന്നു. എത്തിയെന്നറിയാൻ. ആ, ഞാനൊന്ന് വാഷ്റൂം പോയിട്ട് വരാം. ആ, ഹലോ ആൻറ്റി, ഞങ്ങളല്ല, ഞാനിപ്പോൾ എത്തും. സമയം എടുക്കില്ല, ഇപ്പോൾ എത്തും. ആ ബാലു, അതല്ല, ബിച്ചുവിന്റെ ലീവ് ക്യാൻസലായെന്ന്. അവൻ തോട്ടയിൽ പോയപ്പോ ചെയ്ത ഏതോ വർക്കിന്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണമെന്ന്. തോട്ടയല്ല, ദോഡ. അതുകൊണ്ട് അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും. അതെങ്ങനെയാ പറയാതെ പോകുന്നേ? ഇതിനകത്ത് എന്തോ പന്തികേടുണ്ട് കേട്ടോ. അതെ, ഫുൾ കള്ളത്തരായിരിക്കും. ഞാനൊന്ന് വിളിക്കട്ടെ. ആൻറ്റി പേടിക്കണ്ട കേട്ടോ. പേടിയോ? എനിക്കെന്ത് പേടി? बेटा, तुम अपने पापा को जानते हो ना? करेक्ट. फिर तुमने एक बार भी ये नहीं पूछा कि उन्होंने इस ऑपरेशन में क्या किया था. तुम नहीं जानना चाहते कि सच में तुम्हारे पापा कितने बड़े हीरो हैं? This Operation Pavan was one of the most difficult and daring missions ever taken by the army, and your father almost pulled it off. Unfortunately, he could not survive. क्यों नहीं बनना चाहते तुम उसकी तरह? विशाख सुकुमारन? Have you heard about NDA? National Defense Academy. That's the place where some national legends were born. That's the place where your father was born. कर पाओगे तुम?